വെൽക്കം ടു ഈസി സിവിൽ ഫോർ യു മലയാളം. ഈ ചാനലിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ, SSC JE ഓവർസിയർ ഗ്രേഡ് 1 എക്സാമുകളിലേക്കുള്ള ട്രെയിനിങ് എല്ലാ സബ്ജക്ട്സിലും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസും MCQ ഡിസ്കഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മോസ്റ്റ്ലി ഓൾട്ടർനേറ്റ് ഡേയ്സ് വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ്. ലാസ്റ്റ് രണ്ട് വീഡിയോസ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡായിരുന്നു. ഞാനപ്പോൾ പറഞ്ഞിരുന്നു ഇനി ഒരു വീഡിയോയിൽ അനാലിസിസ് ഓഫ് ബീംസ് കൂടെ ഉൾപ്പെടുത്തണമെന്ന്. പക്ഷേ അനാലിസിസ് ഓഫ് ബീംസിൽ നിന്ന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാൻ വളരെ റെയർ ആണ്. അപ്പോൾ അത് SSC JEയുടെ മെയിൻസിനാണ് മോസ്റ്റ്ലി യൂസ്ഫുൾ. അതുകൊണ്ട് അത് എടുക്കുന്നില്ല അനാലിസിസ് പോർഷൻ. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ ഇൻട്രൊഡക്ഷൻ പാർട്ടും പിന്നെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് അതെല്ലാം വെച്ചിട്ട് ഇതുവരെ കവർ ചെയ്ത പോർഷൻസിന്റെ MCQs ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച പോയിന്റ്സ് എന്തായിരുന്നു എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. പോയിന്റ്സ് ടു റിമെമ്പർ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ compressive force C equal to 0.36 FCK B NU ആണെന്ന് പഠിച്ചിരുന്നു. അതുപോലെ ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് 0.36 FCK B ഇല്ല, ബട്ട് 0.36 FCK NU. B വരുമ്പോൾ അത് കംപ്രസീവ് ഫോഴ്സ് ആണ്. ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക്, ഈ സ്ട്രെസ് ബ്ലോക്കിന്റെ ഏരിയ ആണ് നമ്മൾ പറയുന്നത് 0.36 FCK NU എന്ന്. പിന്നെ ലിവർ ആം D മൈനസ് Y ബാറിന് D മൈനസ് 0.42 NU. അത് ഓർത്ത് വെക്കണം. അപ്പോൾ കംപ്രസീവ് ഫോഴ്സും ലിവർ ആമും കിട്ടിക്കഴിയുമ്പോൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കംപ്രഷൻ സൈഡിൽ നിന്ന് 0.36 FCK B NU ഇൻറ്റു D മൈനസ് 0.42 NU എന്ന് പഠിച്ചു. ഇത് ബാലൻസ് സെക്ഷൻസിനും ഓവർ ഇൻഫോ സെക്ഷൻസിനും നമുക്ക് ഉപയോഗിക്കാം. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം കംപ്രഷൻ സൈഡ്. ഇനി moment of resistance from tension side അത് 0.87 FY AST D minus 0.42 NU ആണെന്ന് പഠിച്ചാൽ നമുക്ക് ബാലൻസ്ഡിനും അണ്ടർ ഇൻഫോഴ്സിനും ഉപയോഗിക്കാം. പിന്നീട് NU ലിമിറ്റ് ഈക്വൽ ടു NU ലിമിറ്റ് വാല്യൂസ് കുറച്ച് ഗ്രേഡ് ഓഫ് സ്റ്റീൽ അനുസരിച്ച് കുറച്ച് NU ലിമിറ്റ് വാല്യൂസ് പഠിച്ചു. എന്തിനാണ് നമ്മൾ NU ലിമിറ്റ് MU ലിമിറ്റ് ഒക്കെ കാണുന്നതെന്നും നമ്മൾ പഠിച്ചതാണ്. സെക്ഷൻ ഓവർ ഇൻഫോഴ്സ്ഡ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ NU ലിമിറ്റ് 0.53 D FE 250 ആണെങ്കിൽ 0.48 D FE 450, 0.46 D FE 500 ആണെങ്കിൽ എന്ന് പഠിച്ചു. പിന്നെ MU ലിമിറ്റ് വാല്യൂസും പഠിച്ചിരുന്നു. 0.148 FCK BD സ്ക്വയർ FE 250 ആണെങ്കിൽ, 0.138 FCK BD സ്ക്വയർ FE 415 ആണെങ്കിൽ, അതുപോലെ 0.133 FCK BD സ്ക്വയർ FE 500 സ്റ്റീൽ ആണെങ്കിൽ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമുക്ക് MCQs നോക്കുന്നതിന് മുൻപ് ഒരു ചെറിയ സ്റ്റെപ്പ് പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. ചെയ്തിട്ട് നമുക്ക് MCQs ചെയ്യാം. ഡിറ്റർമിൻ ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ്. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് ആണ് കാണേണ്ടത്. ഫോർ ദ ഗിവൻ സെക്ഷൻ FY 250 Newton per mm square ആണ് തന്നിട്ടുണ്ട്. ആൻഡ് FCK 15 Newton per mm square, അതായത് M15 ഗ്രേഡ് കോൺക്രീറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് ഡെപ്ത് നമുക്ക് ഫിഗറിൽ നിന്ന് തന്നിട്ടുണ്ട്. ഫിഗറിൽ നിന്ന് എഫക്റ്റീവ് ഡെപ്ത് 400 mm തന്നിട്ടുണ്ട്. അതുപോലെ അപ്പം നമുക്ക് AST ഏരിയ ഓഫ് സ്റ്റീൽ കാണാം. നമുക്ക് കാണാം ഇവിടെ 3 സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 റീഇൻഫോഴ്സ്മെന്റ് 3 സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 3 × π/4 D സ്ക്വയർ. π/4 D സ്ക്വയർ ചെയ്യുമ്പോൾ 3 × π/4 D സ്ക്വയർ ആണ് ഏരിയ ഓഫ് സ്റ്റീൽ. അതിന് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 942 mm സ്ക്വയർ കിട്ടും. പിന്നെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ് നമുക്ക് കാണേണ്ടത്. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യുക? ഫോഴ്സ് ഓഫ് കംപ്രഷൻ ഈക്വൽ ടു ഫോഴ്സ് ഓഫ് ടെൻഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കംപ്രസീവ് ഫോഴ്സും ടെൻഷൻ ഫോഴ്സും കൂടെ ഇക്വേറ്റ് ചെയ്യും. കംപ്രഷനിലെ ഫോഴ്സ് ആണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. മൊമെന്റ് അല്ല, മൊമെന്റും കംപ്രഷൻ ആൻഡ് ടെൻഷൻ അല്ല പറയുന്നത്, ഫോഴ്സ് മാത്രം. അതുകൊണ്ട് അതിന്റെ വാല്യൂ 0.36 FCK NUB അല്ലെങ്കിൽ XUB എന്ന് പറയാം. അപ്പൊ ഇതുവരെ നമ്മൾ NU എന്നാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്ന് വിചാരിക്കുന്നത്. XU or NU both denotes neutral axis depth. അപ്പോൾ 0.36 FCK BXU equal to 0.87 FY AST. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് XU കാണാം. XU equal to 190 mm എന്ന് കിട്ടും.
എക്സ് യു ഈക്വൽ ടു 190 mm തൊട്ട് പിന്നെ നമുക്ക് എക്സ് യു ലിമിറ്റ് അറിയാം. ഇവിടെ ഏത് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? Fe250 സ്റ്റീലാണ്. അപ്പോൾ Fe250 സ്റ്റീലിന് 0.53D ആണ് എക്സ് യു ലിമിറ്റ്. എക്സ് യു ലിമിറ്റ് ഇസ് 0.53D 250 സ്റ്റീലിന്. അതായത് 0.53 ഇൻറ്റു എഫക്റ്റീവ് ഡെപ്ത് 400 കൊടുക്കുമ്പോൾ നമുക്ക് 212 കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എക്സ് യു ഈസ് ലെസ് ദാൻ എക്സ് യു ലിമിറ്റ് കിട്ടും. അതായത് ആക്ച്വൽ ന്യൂട്രലൈസിസ് ഡെപ്ത് ക്രിട്ടിക്കൽ ന്യൂട്രലൈസിസ് ഡെപ്തിനേലും കുറവാണ്, അല്ലെങ്കിൽ എക്സ് യു ലിമിറ്റിനേലും കുറവാണ്. അപ്പോൾ നമുക്ക് ഹെൻസ് ഇറ്റ് ഈസ് ആൻ അണ്ടർ റെയിൻഫോഴ്സ് സെക്ഷൻ എന്ന് കാണാം. ഇത് ഇങ്ങനത്തെ വലിയ പ്രോബ്ലംസ് ചിലപ്പോൾ കാണില്ല, പക്ഷേ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഇനി മൂവിങ് ഓൺ ടു MCQs. An RCC beam can have maximum tension reinforcement as maximum. ഒരു RCC ബീമിന്റെ മാക്സിമം ടെൻഷൻ റീൻഫോഴ്സ്മെന്റ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസൈൻ ഓഫ് ബാലൻസ് സെക്ഷൻ ചെയ്തപ്പോൾ നമ്മൾ AST കണ്ടുപിടിച്ചിരുന്നു. ഫ്രം മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ടെൻഷൻ സൈഡിൽ നിന്ന് AST കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് AST അതിൻ്റെ മിനിമം ഏരിയയുടെ വാല്യൂ മാക്സിമം ഏരിയയുടെ വാല്യൂ ഇത്ര ലിമിറ്റിൽ നിന്ന് കൂടാൻ പാടില്ല എന്ന് പഠിച്ചു. അതിൽ നിന്ന് മിനിമം ഏരിയ, അതിന് നമ്മളൊരു ഫോർമുല പറഞ്ഞത് ഏരിയ ഓഫ് റെയിൻഫോഴ്സ്മെന്റ് A0/BD ഈക്വൽ ടു 0.87/FY. ഇതിൽ കുറയാൻ പാടില്ല മിനിമം ഏരിയ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. പിന്നെ മാക്സിമം ഏരിയ ഓഫ് ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് 4% BD ഗ്രോസ് ഏരിയ, ഗ്രോസ് ക്രോസ് സെക്ഷണൽ ഏരിയയിൽ നിന്നും കൂടാൻ പാടില്ല. അപ്പോൾ ആൻസർ 4% BD ആണ്. 4% BD ആണ് മാക്സിമം ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ്. മാക്സിമം ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റിന്റെ അടുത്തത് ദ മാക്സിമം ഡെപ്ത് ഓഫ് നെക്സ്റ്റ് നോക്കാം. ദ മാക്സിമം ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഫോർ എ ബീം വിത്ത് Fe415 bars ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ. ഇതിപ്പോൾ നമ്മൾ പോയിന്റ്സ് ടു റിമെമ്പറിൽ ഒന്നുകൂടെ അതിന്റെ വാല്യൂസ് നോക്കിയതാണ്. Fe415 ആണെങ്കിൽ അതിന്റെ വാല്യൂ 0.48 ആണ്. 0.53D Fe215 ആണ്. 0.48D ആണ് Fe415. ഇത് Fe250 ആണ്. 0.53D പിന്നെ 0.46D Fe500. 0.48D ആണ് Fe415. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ റെസ്പെക്റ്റീവ്ലി ആർ. ഇത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. കോൺക്രീറ്റിന്റെ ആദ്യം പിന്നെ സ്റ്റീലിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഈസ് 1.5. കോൺക്രീറ്റിന്റെ 1.5ഉം സ്റ്റീലിൻ്റെത് 1.15 ആണ്. ഏതില് കോൺക്രീറ്റിൻ്റെത് 1.5ഉം സ്റ്റീലിൻ്റെത് 1.15 ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ കോൺക്രീറ്റിന്റെ 3ഉം സ്റ്റീലിന്റെ 1.8 ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. അത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലാണ് ഈ വാല്യൂ 1.5ഉം 1.15ഉം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The characteristic strength of concrete in the actual structure is taken as. Actual structureലെ characteristic strength of concrete. Question in actual structure ആണ്. ആക്ച്വൽ സ്ട്രക്ചറിലുള്ള characteristic strength of concrete എത്രയാണെന്ന്. characteristic strength of concrete നമുക്കറിയാം FCK ആണ് characteristic strength of concrete. അതിൽ ആദ്യം ഒരു പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി LSM മെത്തേഡിൽ ആദ്യം തന്നെ 1.5 എന്ന കോൺക്രീറ്റിന്റെ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോൾ നമുക്ക് 0.67 FCK എന്ന് കിട്ടും. 0.67 FCK എന്ന് കിട്ടും. അത് നമുക്കിവിടെ ഈ ഗ്രാഫിൽ നിന്ന് കാണാം. ഗ്രാഫ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ ഗ്രാഫ് ഓൾറെഡി പഠിച്ചതാണ്. ആദ്യം ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കുമ്പോൾ നമുക്ക് 0.7 FCK എന്ന് കിട്ടും. ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കുമ്പോൾ അത് ഇറ്റ് ഈസ് കർവ് ഫോർ സ്ട്രക്ചറിന്. പിന്നെ ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അഗെയിൻ നമ്മൾ 0.67 FCK ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് 0.45 FCK എന്നുള്ള വാല്യൂ കിട്ടും. അത് ഡിസൈൻ കർവിനുള്ള അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെങ്ത് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഡിസൈൻ കർവ്.
അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്ച്വൽ സ്ട്രക്ചറിന് നമ്മൾ എന്തിനാണ് ആക്ച്വൽ സ്ട്രക്ചറിന് അഗെയിൻ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കാരണം FCK എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് കിട്ടുന്നത് ക്യൂബ്സ് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് FCK വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഷേപ്പ് വ്യത്യാസം ആക്ച്വൽ സ്ട്രക്ചറിൽ കോൺക്രീറ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിനുള്ള നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കുന്നതാണ്. പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കും, അതാണ് 0.67 FCK ആണ്. അപ്പോൾ നമുക്ക് സ്ട്രക്ചറിനുള്ളത് 0.67 FCK ആണ്. പിന്നെ ഡിസൈൻ സ്ട്രെങ്ത് ആണ് 0.45 FCK. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ അഗെയിൻസ്റ്റ് ഫ്ലക്ചർ, അതായത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് അഗെയിൻസ്റ്റ് ബെൻഡിങ്, ഫ്ലക്ചർ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ആണ്. ദ മാക്സിമം സ്ട്രെയിൻ ഇൻ ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് അറ്റ് ഫെയിലിയർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ. ഫെയിലിയറിന്റെ സമയത്ത് ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റിൽ വരുന്ന സ്ട്രെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രെയിൻ ഇൻ ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ്. അത് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെസ് ഡയഗ്രാം നമ്മൾ കണ്ടിരുന്നു. സ്ട്രെസ് ഡയഗ്രാം നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ കണ്ടിരുന്നു. 0.0035 കോൺക്രീറ്റിന്റെ മാക്സിമം സ്ട്രെയിൻ ആണെന്നും ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് മാക്സിമം സ്ട്രെയിൻ 0.87 FY/ES പ്ലസ് 0.002 ആണെന്നും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ the value ഇതാണ് ആൻസർ വരിക. 0.002 പ്ലസ് FY/1.15 ES. അതായത് 0.87 എന്ന വാല്യൂ കിട്ടുന്നത് എപ്പോഴാണ് നമ്മൾ 1.5 എന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി FY/1.15 പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ സ്റ്റീൽ FY/1.15 ചെയ്യുമ്പോഴാണ് നമുക്ക് 0.87 FY കിട്ടുക. 0.87 FY കിട്ടുക. അപ്പോൾ FY/1.15 ESഉം 0.87 FY/ESഉം സെയിം ആണ്. അപ്പോൾ ആൻസർ അതാണ് വരിക. ഈ രണ്ട് വാല്യൂ അപ്പോൾ ഓർത്തിരിക്കണം. FYന് നമ്മൾ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കുമ്പോഴാണ് 0.87 FY വരിക എന്നുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. According to IS 456/2000, the maximum depth of stress block for balance section of beam of effective depth D using steel with FY/250 is given by maximum depth, അതായത് NU max അല്ലെങ്കിൽ NU limit എന്നൊക്കെ നമ്മൾ പഠിച്ചത്. NU max എത്രയാണെന്ന് when Fe250 steel is used. Fe250 steel ഉപയോഗിക്കുമ്പോൾ NU max അല്ലെങ്കിൽ NU limit എത്രയാണ് വരിക? 250 steel നിന്ന്. ആൻസർ അത് നമ്മൾ ടേബിൾ ഓൾറെഡി നോക്കിയതാണ്. 0.53 D ആണ് വരിക Fe250ക്ക്. ഇനി Fe415 ആണെങ്കിൽ 0.48 എന്നൊക്കെ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ നോക്കിയതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The characteristic strength of concrete is defined as that compressive strength below which not more than. നമ്മൾ characteristic compressive strength of concrete എന്ന് പറഞ്ഞാൽ FCK ആണ് characteristic compressive strength of concrete. അത് നമ്മൾ പറഞ്ഞിരുന്നു കുറേ 150/150/150 mm ക്യൂബ്സിൽ 150 mm ക്യൂബ്സിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും ലബോറട്ടറിയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് FCK വാല്യൂ നമ്മൾ കാണുന്നുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ FCK വാല്യൂ? അപ്പോൾ എന്താണ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചത്? The characteristic strength of concrete is defined as that compressive strength below which not more than 5% of test results fall. അപ്പോൾ ആ FCK എന്ന വാല്യൂവിൻ്റെ താഴേക്ക് ഒരു 5% ടെസ്റ്റ് റിസൾട്ടുകൾ എത്ര എണ്ണം ചെയ്തു അതിൻ്റെ ഒരു 5% മാത്രമാണ് FCK വാല്യൂവിൻ്റെ താഴേക്ക് ലൈ ചെയ്യുള്ളൂ. FCK വാല്യൂ അതുപോലെ നമ്മൾ പറഞ്ഞു M20 M15 എന്നൊക്കെയുള്ള കോൺക്രീറ്റിൽ ആ നമ്പർ ഷോസ് 2015 എന്നുള്ള നമ്പർ ഷോസ് FCK എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The modulus of elasticity of concrete. The modulus of elasticity of concrete in Newton per mm square can be assumed as follows, where FCK is the characteristic cube compressive strength of concrete. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് എന്താണെന്നാണ് ചോദ്യം. FCK എന്ന് പറഞ്ഞാൽ ക്യൂബിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. അത് നമുക്കറിയാം. E എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് EC = 5000 √ FCK. 5000 √ FCK. EC = 5000 √ FCK. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ് ചോദ്യം. ഇനി നെക്സ്റ്റ്
in limit state of collapse. In limit state of collapse for direct compression, the maximum axial compressive strain in concrete is. In limit state of collapse for direct compression. Question ശ്രദ്ധിക്കണം, direct compression ആണ് ചോദിച്ചിരിക്കുന്നത്. In direct compression, the maximum axial compressive strain in the concrete is. നമുക്ക് എന്താണ് മാക്സിമം ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നത് 0.0035 ആണ്. 0.002 എന്താണ് പ്രൂഫ് സ്ട്രെയിൻ ആണെന്നാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് കംപ്രഷൻ ചോദിക്കുമ്പോഴും ആൻസർ 0.002 തന്നെ വരാം. മാക്സിമം ഫോർ ഡയറക്റ്റ് കംപ്രഷൻ, അതായത് കോളംസിൽ വരുന്ന, അത് മോറായിട്ട് കോളംസിൽ പഠിക്കും, കോളംസിൽ വരുന്ന ഡയറക്റ്റ് കംപ്രഷൻ, കോളംസിൽ വരുന്ന ഡയറക്റ്റ് കംപ്രഷന്റെ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ 0.002 ആണ്. അതേസമയം ഫ്ലെക്ചർ അല്ലെങ്കിൽ ബെൻഡിങ് എന്ന് ചോദിക്കുമ്പോഴാണ് അതിന്റെ മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റിന്റെ പാർട്ടിൽ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ വരുന്നത് 0.0035 ആണ്. അത് ഇൻ ഫ്ലെക്ചർ ഓർ ബെൻഡിങ്. മാക്സിമം സ്ട്രെയിൻ ഇൻ ഫ്ലെക്ചർ അല്ലെങ്കിൽ ഫ്ലെക്ചറിനെ തന്നെയാണ് നമ്മൾ ബെൻഡിങ് എന്ന് പറയുക. അത് കോളത്തിന്റെ കേസാണ് ചോദിക്കുക, അപ്പോഴാണ് 0.0035 വരിക. അതേസമയം ഡയറക്റ്റ് കംപ്രഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആക്സിയൽ കംപ്രസീവ് സ്ട്രെയിൻ ഡയറക്റ്റ് കംപ്രഷൻ എന്നൊക്കെ കാണുമ്പോൾ 0.002 ആണ് അവിടുത്തെ മാക്സിമം. അത് കോളത്തിനുള്ളതാണ്. മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ കോളത്തിൽ വരുന്നതാണ്. 0.0035 ഫ്ലെക്ചറിൽ അല്ലെങ്കിൽ ബെൻഡിങ്ങിലുള്ള മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ആണ് ഇൻ കോൺക്രീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Percentage of steel for balanced design of a singly reinforced rectangular section by limit state method depends on. Percentage of steel. Question എന്താണ്? Percentage of steel for balanced design of a singly reinforced rectangular section by limit state method. Percentage of steel for balanced design. അപ്പോൾ ചോദ്യം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഫോർ ബാലൻസ് ഡിസൈൻ ആണ്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ, നമുക്ക് ഈ ഫോർമുലയിൽ നിന്ന് അറിയാം, XU = 0.87 FY/AST, 0.36 FCKB. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺ FY FCK ക്യാരക്ടറിസ്റ്റിക്, അതായത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. FY എന്ന് പറഞ്ഞാൽ yield strength of steel. അതുപോലെ it depends on XU limit by D = 0.0035 by 0.87 FY by ES plus 0.0055. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ നിന്ന് നമുക്കറിയാം it depends on ES also. അപ്പോൾ the answer is A, B and C is correct. A, B and C is correct. Characteristic strength of concrete, yield strength of steel, modulus of elasticity of steel depend ചെയ്യും. So moving on to next question. IS 875 part 1 and 2 corresponds to which loads? IS 875 നമുക്കറിയാം ലോഡിന് കറസ്പോണ്ട് ചെയ്യുന്നതാണ്. അതേസമയം IS 800 സ്റ്റീലിനുള്ള കോഡാണ്. IS 875 part 1 and 2 corresponds to dead load and live load ആണ് ആൻസർ. ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ് ആണ് ആൻസർ. ഇനി സ്ലം വാല്യൂ ഫോർ ട്രീമി കോൺക്രീറ്റ്, നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചിരുന്നു. ഇങ്ങനെ ഒരു ടേബിള്, ഇതൊന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ സ്ലം വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലം വാല്യൂസ് ഓർത്തിരിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. പേവ്മെൻറ്റ് യൂസിങ് പേവേഴ്സ്, അതുപോലെ ഷാലോ സെക്ഷൻസിന് വളരെ ലോ ആയിട്ടുള്ള വർക്കബിലിറ്റി മതി. പേവ്മെൻറ്റ് അതുപോലെ ഷാലോ വലിയ ഡെപ്ത് ഇല്ലാത്ത സെക്ഷനുകൾക്ക് എന്ത് മതി? വെരി ലോ 0 to 25 mm മതി. അതുപോലെ മാസ് കോൺക്രീറ്റിങ്ങിനും സ്ട്രിപ്പ് ഫൂട്ടിങ്സ് നമ്മൾ സ്ട്രിപ്പ് പോലെ കൊടുക്കുന്ന ഫൂട്ടിങ്സിനും മാസായിട്ടുള്ള കോൺക്രീറ്റ് വർക്ക്സിനും അതുപോലെ കനാലിൻ്റെ ലൈനിങ്ങിനും ലോ തന്നെ മതി. 25 to 75 എന്ന റേഞ്ചിൽ. അതുപോലെ ഹെവി റെയിൻഫോഴ്സ് സെക്ഷൻസ്, ഒത്തിരി കമ്പികൾ കൊടുത്തിട്ടുള്ള വളരെ റെയിൻഫോഴ്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് കമ്പികൾ കൊടുത്തുണ്ടാക്കുന്ന സെക്ഷൻസിന് അറ്റ്ലീസ്റ്റ് മീഡിയം വർക്കബിലിറ്റി എങ്കിലും വേണം. 50 to 100 ആണ് അതിൻ്റെ റേഞ്ച്. അതുപോലെ അടുത്തത് സ്ലിപ്പ് ഫോം വർക്ക്. പിന്നീട് പംപ്ഡ് കോൺക്രീറ്റ്, നമ്മൾ ബിൽഡിങ്സിൻ്റെ മുകളിലേക്കൊക്കെ കോൺക്രീറ്റിൻ്റെ പമ്പ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോളം ചെയ്യുന്നത് അല്ലെങ്കിൽ വാർക്കുന്നതെങ്കിലൊക്കെ പംപ്ഡ് കോൺക്രീറ്റ് ഉപയോഗിക്കും. അതിന് മീഡിയം വർക്കബിലിറ്റി വേണം, 75 to 100. അതുപോലെ പിന്നെ ട്രെഞ്ച് ഫിൽ ഇൻസിറ്റു പൈലിംഗ്, ട്രെഞ്ച് ഫിൽ ഇൻസിറ്റു പൈലിങ്ങിനും ട്രെഞ്ചസ്
കുഴികൾ ഫില്ല് ചെയ്യാനും ഇൻസിറ്റു ആ പ്ലേസിൽ തന്നെയുള്ള പൈലിങ്ങിനും ഹൈ ആയിട്ടുള്ള വർക്കബിലിറ്റി വേണം 100 to 150. അന്നേരം നമ്മൾ ആ ടേബിളിൽ പഠിച്ചിരുന്നു ക്രീമി കോൺക്രീറ്റിന് വെരി ഹൈ വർക്കബിലിറ്റി വേണം ഗ്രേറ്റർ ദാൻ 150 mm. അതാണ് അതിൻ്റെ ആൻസർ. ക്രീമി കോൺക്രീറ്റിന് ഗ്രേറ്റർ ദാൻ 150 mm. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് RCC ടു ബി യൂസ്ഡ് ഇൻ കോസ്റ്റൽ ഏരിയ. കോസ്റ്റൽ ഏരിയയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സി നിയർ സി അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയയ്ക്ക് ഉപയോഗിക്കുന്ന RCCയുടെ മിനിമം ഗ്രേഡ് ആണ്. അതിന് നമ്മളൊരു ടേബിൾ പഠിച്ചിരുന്നു. ഈ ടേബിൾ ശ്രദ്ധിക്കുക. ലീൻ കോൺക്രീറ്റിന് M5 ആൻഡ് M7.5 ആണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് വരിക. അതുപോലെ പ്ലെയിൻ കോൺക്രീറ്റ് PCC എന്ന് പറഞ്ഞാൽ M10 ആണ്. അതുപോലെ PCC പിന്നീട് RCC ജനറൽ കൺസ്ട്രക്ഷന് നമ്മൾ ഉപയോഗിക്കുന്ന RCC M20 ഗ്രേഡ് ആണ്. വാട്ടർ ടാങ്ക്, ഡോംസ്, ഷെൽ റൂഫ്സിനൊക്കെ M20 തന്നെയാണ്. അപ്പോൾ RCC ജനറൽ കൺസ്ട്രക്ഷനും വാട്ടർ ടാങ്കിനും ഡോംസ്, ഷെൽ റൂഫ്സിനൊക്കെ M20 തന്നെയാണ്. അതുപോലെ RCC സീ വാട്ടറിൽ ഉപയോഗിക്കുമ്പോൾ M30 ആണ് ഗ്രേഡ് വരിക. നോർമൽ കൺസ്ട്രക്ഷൻ M20 ആണ്, പക്ഷേ ഗ്രേഡ് നമ്മൾ സീ വാട്ടറിൽ ഉപയോഗിക്കുമ്പോൾ M30 ആവും. അതുപോലെ PCC M20 ഗ്രേഡ് ആവും. നോർമൽ ഇതിന് നമ്മൾ M10 ആണ് PCC ഉപയോഗിക്കുക, അല്ലെങ്കിൽ M15 ഓൾസോ. M50 ഇപ്പോൾ നമ്മൾ സീ വാട്ടർ നമ്മൾ ഉപയോഗിക്കുക M20 ആണ്. പിന്നെ പ്രീടെൻഷൻ പ്രീസ്ട്രെസ് കോൺക്രീറ്റിന് M40 ഗ്രേഡ് ആണ്. പോസ്റ്റ് ടെൻഷൻ പ്രീസ്ട്രെസ് കോൺക്രീറ്റിന് M30 ആണ് നമ്മൾ ഉപയോഗിക്കുക ഗ്രേഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇറ്റ് ബിക്കംസ് കോസ്റ്റൽ ഏരിയയിൽ RCC വർക്ക്സിന് ഉപയോഗിക്കുന്നത് നമ്മൾ M30 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. optimum time required for removal of soffit formwork. soffit formwork ആണ് ചോദ്യം. സോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന ബീംസിന്റെ ഒക്കെ അണ്ടറിൽ കൊടുക്കുന്ന അതിൽ ബീംസ് ആണ് ചോദ്യം. സ്ലാബ് ആണെങ്കിൽ 3 days ആണ് ഫോർ സ്ലാബ്സ്, ബട്ട് ബീമിന്റെ സോഫിറ്റ് ഫോം വർക്ക് 7 days ആണ് ആൻസർ. ഈ ഒരു ടേബിളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി. വെർട്ടിക്കൽ ഫോം വർക്ക്, കോളംസ്, വാളും ബീംസിന്റെ ഒക്കെ വെർട്ടിക്കൽ ഫോം വർക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 16 to 24 hour ആണ് അതിൻ്റെത്. അതുപോലെ ഈ രണ്ട് വാല്യൂസും 3 day ഫോർ സോഫിറ്റ് ഫോം വർക്ക് സ്ലാബ്. ഇപ്പൊ ഇവിടെ ബീംസാ ചോദിച്ചിരിക്കുന്നത്, അതിന് 7 days ആണ് കഴിഞ്ഞാലാണ് സോഫിറ്റ് ഫോം വർക്ക്സ് റിമൂവ് ചെയ്യുള്ളൂ. പിന്നെ ഇതും പ്രോപ്സ് മാറ്റുന്നത്, സ്ലാബിന്റെയും ബീംസിന്റെയും പ്രോപ്സ് മാറ്റുന്നതും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എന്താണ് ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ടു ബി യൂസ്ഡ് ഇൻ ദ ഡിസൈൻ ഓഫ് റെയിൻഫോഴ്സ് കോൺക്രീറ്റ് മെമ്പേഴ്സ് ഈസ്. എന്താണ് ചോദ്യം ഇവിടെ? ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ടു ബി യൂസ്ഡ് ഇൻ ദ ഡിസൈൻ ഓഫ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് മെമ്പേഴ്സ് ഈസ്. ചോദ്യം ഇവിടെ ഡിസൈനിൽ നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എത്രയായിട്ടാണ് എടുക്കുകയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 7 to 15% ഓഫ് FCK ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് നമ്മൾ എടുക്കുക അറൌണ്ട് 7 to 15% ഓഫ് FCK ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്നേരം തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ പോയിന്റ്. നമ്മൾ പക്ഷെ ആക്ച്വൽ ഡിസൈൻ നമ്മൾ റെയിൻഫോഴ്സ് കോൺക്രീറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് ടെൻഷൻ എടുക്കാൻ കഴിയില്ല, അതിന് ടെൻസൈൽ സ്ട്രെങ്ത് ഇല്ല. ടെൻസൈൽ സ്ട്രെങ്ത് 0 എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഡിസൈൻ ഓഫ് റെയിൻഫോഴ്സ് കോൺക്രീറ്റ് മെമ്പേഴ്സിന് ചെയ്യുമ്പോൾ നമ്മൾ 0 ആയിട്ടാണ് എടുക്കുക. പിന്നെ 0.7 √FCK ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് വാല്യൂ ആണ്. 0.7 √FCK അത് ഇറ്റ് ഈസ് ദ മോഡുലസ് ഓഫ് റപ്ചർ. അതിനെ മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ് എന്നാണ് പറയുക. 0.7 √FCK അല്ലെങ്കിൽ ഫ്ലെക്ചറൽ സ്ട്രെങ്ത്, മോഡുലസ് ഓഫ് റപ്ചർ അല്ലെങ്കിൽ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് എന്നും പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ അലവബിൾ ടെൻസൈൽ സ്ട്രെസ് ഇൻ ഹൈ yield strength deformed steel stirrups used in reinforced cement concrete. RCCയിൽ ഉപയോഗിക്കുന്ന ഹൈ yield strength deformed steel stirrupsന്റെ അലവബിൾ ആയിട്ടുള്ള ടെൻസൈൽ സ്ട്രെസ്. ഹൈ yield strength deformed steel എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെയും ഒരു ടേബിൾ നമ്മൾ നോക്കിയിരുന്നു. ഹൈ yield strength FE 415 FE 500 ആണ് വരിക ഹൈ yield strength.
FE 415 FE 500 ആണ് വരിക. ഈ 415 500 ആണ് അതിന്റെ ടെൻസൈൽ സ്ട്രെസ് അല്ലെങ്കിൽ അതിനെടുക്കാൻ കഴിയുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള yീൽഡ് സ്ട്രെസ് 415 500 ആണ്. പക്ഷെ നമ്മളൊരു പെർമിസിബിൾ സ്ട്രെസ് എന്നുള്ള ടേം സിഗ്മ ST നോക്കിയിരുന്നു. ഈ എല്ലാ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റീലിന്റെ നമ്മൾ സിഗ്മ ST പഠിച്ചിരുന്നു. അതാണ് ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഹൈ yീൽഡ് സ്ട്രെങ്ത് ഡിഫോം സ്റ്റീലിന്റെ സിഗ്മ ST ആണ് ഇവിടെ ചോദ്യം. അലവബിൾ ആയിട്ടുള്ള ടെൻസൈൽ സ്ട്രെസ്, അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ടെൻസൈൽ സ്ട്രെസ് 415 500 ആണെങ്കിൽ നമ്മൾ അതിന്റെ അതിന്റെ പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ST ആണ്. അത് ഹൈ യീൽഡ് സ്ട്രെങ്ത് ഡിഫോംഡ് സ്റ്റീലിന്റെ 230 ആണ്. 230 Nm² ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇസ് ദ റേഷ്യോ ഓഫ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്തിന്റെ റേഷ്യോ ആണ്? ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിക്കുക. അതുപോലെ LSM മെത്തേഡിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുക ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന ടേം ആണ്. അത് അതിന്റെ ഡെഫിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം FCK ഓർ FY ആണ്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് FCK. അതുപോലെ FY എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീലിന്റെ, അത് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ yീൽഡ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്, yീൽഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാലും FY ആകാം. അപ്പോൾ yീൽഡ് സ്ട്രെസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് FCK, അത് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് WSM മെത്തേഡിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റിക്കാണ്. അതേസമയം ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അത് FCK ഓർ FY ഡിവൈഡഡ് ബൈ ഡിസൈൻ സ്ട്രെങ്ത് പറയുമ്പോൾ അത് പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആകും. അത് LSM മെത്തേഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഡെഡ് ലോഡിനെ കുറിച്ചാണ് ചോദ്യം. എന്താണ് ഡെഡ് ലോഡ് എന്ന്? അപ്പോൾ ഇതാണ് ആൻസർ. ഡെഡ് ലോഡ് ഇൻക്ലൂഡ് സെൽഫ് വെയിറ്റ് ഓഫ് ദ സ്ട്രക്ചർ. ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഡെഡ് ലോഡ് ഇൻക്ലൂഡ് സെൽഫ് വെയിറ്റ്. ഡെഡ് ലോഡ് എന്ന് പറയുമ്പോൾ ആ സ്ട്രക്ചറിന്റെ അതിന് വരുന്ന സെൽഫ് വെയിറ്റും പിന്നെ എന്തെങ്കിലും ഒരു സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്സ്, അത് പെർമനന്റ്ലി അറ്റാച്ച്ഡ്, വേറെ അതിന്റെ സെൽഫ് വെയിറ്റ് കൂടാതെ എന്തെങ്കിലും പെർമനന്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലോഡ്സ്, അതായത് എന്തെങ്കിലും മെഷീനറി അങ്ങനെയൊക്കെ പെർമനന്റ്ലി ആ സ്ട്രക്ചറിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സൂപ്പർ ഇമ്പോസ്ഡ് ലോഡും കൂടെ വരുമ്പോഴാണ് ഡെഡ് ലോഡ് ആവുക. അടുത്ത ഓപ്ഷൻസ് തെറ്റാണ്. ഡെഡ് ലോഡ് ചേഞ്ചസ് ദ പൊസിഷൻ വാരി ഇൻ മാഗ്നിറ്റ്യൂഡ്. ഡെഡ് ലോഡ്സ് ആർ നോൺ ഇൻ ദ ബിഗിനിങ് ഓഫ് ഡിസൈൻ. അതെല്ലാം തെറ്റാണ്. ആക്ച്വൽ കറക്റ്റ് ആൻസർ ഇതാണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in a singly reinforced beam, if the permissible stress in concrete reaches earlier than that in steel, the beam section is earlier. Concrete reaches earlier than that in steel. സ്റ്റീലിൽ അതിന്റെ പെർമിസിബിൾ സ്ട്രെസ്സിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കോൺക്രീറ്റ് റീച്ച് ചെയ്താൽ, അതായത് അത് ഓവർ റെയിൻഫോഴ്സ് സെക്ഷൻ ആയിരിക്കും. കാരണം ഓവർ റെയിൻഫോഴ്സ് സെക്ഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സ്റ്റീല് കൂടുതലായിരിക്കും. സ്റ്റീൽ ഒരിക്കലും അതിന്റെ പെർമിസിബിൾ ലിമിറ്റിൽ എത്തില്ല. അതിന് മുന്നേ കോൺക്രീറ്റ് ആണ് അതിന്റെ പെർമിസിബിൾ സ്ട്രെസ്സിൽ എത്തുന്നതും കോൺക്രീറ്റ് ആണ് ആദ്യം ബ്രേക്ക് ആവുന്നത്. അതുകൊണ്ടാണ് ഓവർ റെയിൻഫോഴ്സ് സെക്ഷൻസ് ഡിസൈറബിൾ അല്ലാത്തത്. പെട്ടെന്ന് കോൺക്രീറ്റ് ബ്രിട്ടിൽ ഫെയിലിയർ കാണിച്ച് വാർണിംഗ് തരാതെ ഫെയിൽ ആകും. അപ്പോൾ ആൻസർ ഇവിടെ ഓവർ റെയിൻഫോഴ്സ് സെക്ഷൻ ആണ് ആൻസർ. Concrete reaches earlier its permissible limit earlier than steel. അടുത്ത question, flexural strength of concrete is determined as. Flexural strength of concrete is determined as. Flexural strength എന്ന് പറഞ്ഞാൽ ഫ്ലെക്ചറൽ എന്ന വാക്ക് ബെൻഡിങ്ങിനോടും ഉപയോഗിക്കും. ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് മോഡുലസ് ഓഫ് റപ്ചറിൽ നിന്നാണ്. അതായത് ക്രാക്സ് വീഴുന്നത് നോക്കിയിട്ടാണ് അതിന്റെ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് നമ്മൾ കാണുന്നത്. മോഡുലസ് ഓഫ് റപ്ചറിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റീൽ is provided in compression side of concrete when. Steel provided in compression side. എപ്പോഴാണ് നമ്മൾ കംപ്രഷൻ സൈഡ് ഒരു ബ്ലോക്കിന്റെ കംപ്രഷൻ സൈഡ് നമുക്കറിയാം. ഇതാണ് കംപ്രഷൻ സൈഡ്, ഇതാണ് ടെൻഷൻ സൈഡ്. ഈ കംപ്രഷൻ സൈഡിൽ നമ്മൾ എപ്പോഴാണ് സ്റ്റീൽ കൊടുക്കാന്നാണ് ചോദ്യം. ഇത് നമ്മൾ ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീംസിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഡബ്ലി റീൻഫോഴ്സ്ഡ്
ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീംസിന്റെ കാര്യത്തിലാണ് ഇത് ചോദിക്കുന്നത്. സിംഗ്ലി റീൻഫോഴ്സ്ഡിൽ ടെൻഷൻ സൈഡിൽ മാത്രമാണ് റീൻഫോഴ്സ്മെന്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ കംപ്രഷൻ സൈഡിലും കൂടെ ടെൻഷൻ സ്റ്റീൽ കൊടുക്കുമ്പോൾ അത് ഡബ്ലി റീൻഫോഴ്സ്ഡ് ആവും. അത് എന്താണ് കാരണം നമ്മൾ കൊടുക്കാൻ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം നമ്മൾ ടെൻഷൻ സൈഡിൽ റെയിൻഫോഴ്സ്മെന്റ് AST കൊടുക്കും. പക്ഷേ നമ്മൾ ആ ടെൻഷൻ സൈഡിൽ റെയിൻഫോഴ്സ്മെന്റ് കൊടുത്താലും കമ്പി കൊടുത്താലും അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഹൈ ആയിട്ട് തന്നെ നിൽക്കും. ലോഡ് കാരണം അതായത് ലോഡ് കൂടുതലായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ആ വരുന്ന ലോഡിന് എടുക്കാൻ മാത്രമുള്ള റെയിൻഫോഴ്സ്മെന്റ് അതുകൊണ്ട് പറ്റില്ലായിരിക്കും. അപ്പം നമ്മളൊരു എക്സ്ട്രാ റെയിൻഫോഴ്സ്മെന്റ് അഗെയിൻ ടെൻഷൻ സൈഡിൽ ഇവിടെ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ ഒരു എക്സ്ട്രാ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കും. ഈ ബെൻഡിങ് മൊമെന്റ്, ഈ ഹയർ ആയിട്ട് നിൽക്കുന്ന ബെൻഡിങ് മൊമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ റെയിൻഫോഴ്സ്മെന്റ് ടെൻഷൻ സൈഡിൽ കൊടുക്കും. അപ്പോൾ ഈ സെക്ഷൻ ഓവർ റെയിൻഫോഴ്സ്ഡ് ആവും. അപ്പോൾ ഈ സെക്ഷൻ ഓവർ റെയിൻഫോഴ്സ്ഡ് ആയതിനെ ബാലൻസ് ചെയ്യാനാണ് നമ്മൾ കംപ്രഷൻ സൈഡിൽ അഗെയിൻ ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്ത പോലെ സ്റ്റീല് നമ്മൾ കൊടുത്ത് ആ സെക്ഷനെ അഗെയിൻ ബാലൻസ് സെക്ഷൻ ആക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കംപ്രഷൻ സൈഡിലും സ്റ്റീൽ കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആൻസേഴ്സ് നോക്കാം. ദർ ഇസ് എക്സസീവ് ലോഡ് ഇൻ ദ മെമ്പർ. അതാണ് ബെൻഡിങ് മൊമെന്റ് കൂടുതലായിട്ട്, ലോഡ് കാരണമുള്ള ബെൻഡിങ് മൊമെന്റ് കൂടുതലായിട്ട് നിൽക്കുമ്പോൾ ദർ ഇസ് എക്സസീവ് ലോഡ് ഇൻ ദ മെമ്പർ. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ കംപ്രഷൻ സ്റ്റീൽ അവിടെ കൊടുക്കുക. കംപ്രഷൻ സൈഡിലും നമ്മൾ സ്റ്റീൽ കൊടുക്കുക. അതുപോലെ ഡെപ്ത് ഇസ് റെസ്ട്രിക്റ്റഡ്. നമുക്ക് ഡെപ്ത് ഒത്തിരി നമുക്ക് കൂട്ടാൻ പറ്റില്ലാത്ത ഒരവസ്ഥ. അപ്പോഴും നമ്മൾ കംപ്രഷൻ സൈഡിൽ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് സൈൻ, ബീംസിന്റെ സ്ലാബ്സിന്റെ ഒക്കെ സപ്പോർട്ട്സിൽ ബെൻഡിങ് മൊമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ അവിടെയും നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ വരുമ്പോഴും നമ്മൾ ഈ കംപ്രഷൻ സൈഡിൽ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, the maximum depth of neutral axis of singly reinforced beam in limit state methodile maximum depth of neutral axis അതായത് NUmax D in limit state method, NUmax D in limit state method അതിന്റെ ആ ഒരു എങ്ങനെയാണ് അത് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഈ ഒരു ഫോർമുല നോക്കുക, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ കൂടുമ്പോൾ NUmax കുറയും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടേബിളിൽ നിന്ന് അറിയാം. നമുക്ക് ഒരു ടേബിൾ നമ്മൾ പഠിച്ചിരുന്നു. FE 250ക്ക് 0.53D, NUmax 0.53D. അതുപോലെ ഗ്രേഡ് കൂടുമ്പോൾ 415ന് NUmax 0.48D അങ്ങനെയാണ്. അപ്പോൾ ഗ്രേഡ് ഓഫ് സ്റ്റീൽ കൂടുമ്പോൾ NUmax കുറയും. ഗ്രേഡ് ഓഫ് സ്റ്റീൽ കൂടുമ്പോൾ NUmax കുറയും. The maximum depth of neutral axis decreases with increase of characteristic strength of steel. അതാണ് അതിന്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. അതാണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഓഫ് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ആർ 1.15 ആൻഡ് 1.5 റെസ്പെക്റ്റീവ്ലി. ബിക്കോസ് എന്തുകൊണ്ടാണ് സ്റ്റീലിന്റെ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5ഉം സ്റ്റീലിൻ്റെത് 1.5ഉം കോൺക്രീറ്റിൻ്റെത് ഗ്രേറ്റർ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയ 1.5 കൊടുക്കുന്നത് എന്നാണ് അതിന്റെ ആൻസർ. The control on the quality of concrete is not as good as that of steel. അതായത് സ്റ്റീല് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് മോർ ക്വാളിറ്റി കൺട്രോൾ കണ്ടീഷൻസിലാണ് അത് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് അതിന് ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്പം കുറച്ച് നമ്മൾ കൊടുക്കുന്നത് 1.15 ആയിട്ട്. അതേസമയം കോൺക്രീറ്റ് അത്രയും ഒരു ക്വാളിറ്റി കൺട്രോൾ കോൺക്രീറ്റിന്റെ പ്രിപ്പറേഷനിൽ നടക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5 ആയിട്ട് കൊടുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആസ് പെർ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഇനി നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, ഇത് ഓൾറെഡി ഇതിൽ നിന്ന് കുറച്ച് മുൻപ് നമ്മളൊരു ആക്ച്വൽ സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് നമ്മൾ നോക്കിയിരുന്നു 0.67 FCK എന്ന്. ആക്ച്വൽ സ്ട്രക്ചറിൻ്റെ നമ്മൾ നോക്കിയിരുന്നു 0.67 FCK. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ എഗെയിൻ നമ്മൾ 0.67 FCK സ്ട്രക്ചറിനുള്ളത് എഗെയിൻ നമ്മൾ 1.5 നമ്മൾ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്ത് നമ്മൾ കിട്ടുന്ന ആൻസർ 0.45 FCK ആണ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോഡുലസ് ഓഫ് റപ്ചർ. മോഡുലസ് ഓഫ് റപ്ചർ ആണ് ചോദ്യം. മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ് is given by 0.7 root FCK. മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ് is given by 0.7 root FCK.
In ultimate load method, the structure will be safe if load factor is. In ultimate load method നമ്മൾ പഠിച്ച ഒരു മെത്തേഡാണ്. The structure will be safe if load factor is. നമുക്കറിയാം എന്താണ് ലോഡ് ഫാക്ടർ. എന്തായിരുന്നു ലോഡ് ഫാക്ടർ? ultimate load divided by ultimate load divided by working load. വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ സർവീസ് ലോഡ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രക്ചറിൽ വരുന്ന ലോഡാണ്. ആ സ്ട്രക്ചറിൽ നോർമൽ യൂസിൽ വരുന്ന ലോഡാണ് വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ സർവീസ് ലോഡ് എന്ന് പറയുന്നത്. അപ്പം അൾട്ടിമേറ്റ് ലോഡ് ആ സ്ട്രക്ചറിൽ എത്ര വരും എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വർക്കിംഗ് ലോഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ ചെയ്താൽ മതി. അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞാണ് വർക്കിംഗ് ലോഡ് ആ സ്ട്രക്ചറിൽ നോർമൽ യൂസിൽ വരുന്ന ലോഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് ലോഡ് കിട്ടും. അത് അപ്പോൾ ചോദ്യം ദ സ്ട്രക്ചർ വിൽ ബി സേഫ് ഇഫ് ലോഡ് ഫാക്ടർ എങ്ങനെയാണെങ്കിൽ സേഫ് ആയിരിക്കുന്നത്. അപ്പം നമുക്കറിയാം സേഫ് ആകുന്നത് എങ്ങനെയാണ്? അൾട്ടിമേറ്റ് ലോഡ് ഇൻക്രീസ് ആയി നിൽക്കണം. നമ്മൾ അൾട്ടിമേറ്റ് ലോഡ് കൂടി നിന്നാലേ നമ്മൾ ആ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ സേഫ് ആയിരിക്കുള്ളൂ. അപ്പോൾ ആൻസർ ഗ്രേറ്റർ ദാൻ 1 ആണ് ലോഡ് ഫാക്ടറിന്റെ വാല്യൂ. വർക്കിംഗ് ലോഡ് കുറഞ്ഞിട്ട് അൾട്ടിമേറ്റ് ലോഡ് കൂടി നിൽക്കുമ്പോൾ അൾട്ടിമേറ്റ് ലോഡ് ഇൻക്രീസ് ആയിട്ട് നിൽക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 കിട്ടും വാല്യൂ. ഇൻ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ ദ സ്ട്രക്ചർ വിൽ ബി സേഫ് ഇഫ് ലോഡ് ഫാക്ടർ ഇസ് ഗ്രേറ്റർ ദാൻ 1 ആണ് ആൻസർ. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. MCQs നോക്കി. ഇനി അടുത്ത വീഡിയോയിൽ MCQs തന്നെ നോക്കും. ഇതുവരെ പഠിപ്പിച്ച പോർഷൻസിന്റെ MCQs തന്നെയാണ് നോക്കുക, ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഷിയർ റീൻഫോഴ്സ്മെന്റും ടോർഷനും പിന്നെ ഡിസൈൻ ഓഫ് വേരിയസ് RCC സ്ട്രക്ചേഴ്സ്, അതായത് സ്ലാബ്, ബീംസ്, കോളംസ്, അതിൻ്റെ എല്ലാം ഡിസൈൻ, അതുപോലെ റിട്ടൈനിങ് വാൾസ്, വാട്ടർ ടാങ്ക്, അതിൻ്റെ എല്ലാം ഡിസൈനും ഡിസ്കസ് ചെയ്യും ഓരോ വീഡിയോസിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Okay, thanks for watching.